നമ്മൾ ചിലതിനൊക്കെ വലിയ പ്രാധാന്യം കൊടുക്കണം. ആ പ്രാധാന്യം കൊടുക്കാതെ അവഗണിക്കുമ്പോൾ അതിൽ നിന്നും എന്താണ് ഉണ്ടാകുന്നത്? ക്രമക്കേടുണ്ടാവും, ക്രമമില്ലാത്ത അവസ്ഥകളുണ്ടാവും. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. എത്ര പേർക്ക് അതിനൊരു ആമേൻ പറയാൻ സാധിക്കും? കാരണം അനുഗ്രഹം അത് നമ്മുടെ എല്ലാ മേഖലകളിലും കർത്താവ് നൽകുന്നുണ്ട്. ദൈവം നമ്മളെ വിളിച്ച് ആക്കി വെച്ചിരിക്കുന്ന അനുഗ്രഹം ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തന്നെ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്ന ഒരനുഗ്രഹമായിട്ട് നമ്മൾ മാറാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ ആസ്വദിക്കാനും മറ്റുള്ളവരെ അനുഗ്രഹിക്കാനും സാധിക്കുന്ന തലത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തരും എത്തിച്ചേരട്ടെ എന്ന് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ സ്പോൺസർ ഒരു കീ സ്പോൺസറാണ് നമുക്കുള്ളത്. ടെക്സസിൽ നിന്ന് റോജൻ ആൻഡ് അഞ്ജു ആണ്. ഇന്ന് മകൾ ഇസബെല്ലയുടെ ജന്മദിനമാണ്. ഹാപ്പി ബർത്ത്ഡേ ഇസബെല്ല. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കുഞ്ഞിനെ നൽകിയല്ലോ നല്ലൊരു ആരോഗ്യം ആ കുഞ്ഞിനുണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവത്തിൻ്റെ സാന്നിധ്യം കുടുംബത്തിനുണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ നന്മകളെല്ലാം അങ്ങ് പകർന്നതിനായിട്ട് നന്ദി പറയുന്നു. കർത്താവെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എന്ന് സ്പോൺസർ ചെയ്തവരോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി. റോജൻ ആൻഡ് അഞ്ജു, കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ ഈ വരുന്ന ആഴ്ചയിൽ നടക്കുന്ന മീറ്റിങ്ങുകളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ വെള്ളിയാഴ്ച നമുക്ക് ദ ഗ്യാതറിംഗ് മീറ്റിംഗ് നടക്കുന്ന ബാംഗ്ലൂരാണ്. അപ്പോൾ തന്നെ നമുക്ക് അതിശക്തമായിട്ടുള്ളൊരു ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നമ്മുടെ ദുബായിൽ വെച്ച് നടക്കുകയാണ്. ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാം. അതോടൊപ്പം തന്നെ നമുക്ക് സാറ്റർഡേ നമ്മുടെ ഖത്തറിൽ വെച്ച് നടക്കുന്ന മീറ്റിംഗ് കൂടെ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കാണാം. ദയവായി കടന്നു വരിക. വലിയ അനുഗ്രഹങ്ങൾ കർത്താവ് നൽകി തരും. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് കടക്കാം. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും റെഡിയാണോ? നമുക്കിന്ന് ജൂൺ 23 ട്യൂസ്ഡേ. ഇന്നത്തെ നമ്മുടെ ഫോക്കസ് വേർഡ് ഒബീഡിയൻസ് ആൻഡ് ഓർഡർ. നിങ്ങളുടെ ഡിവോഷണൽ ഡയറിയിൽ നോക്കുക. ഒബീഡിയൻസ് ആൻഡ് ഓർഡർ, അനുസരണവും ക്രമവും. അതുപോലെ ഇന്നത്തെ ഫോക്കസ് വേഴ്സ് 1 Corinthians 14 and verse number 40. Let all things be done decently and in order. അതിൻ്റെ മലയാളത്തിൽ കാണുന്നത് 1 കൊരിന്ത്യർ 14:40 കാണുന്നത് സകലവും ഉചിതമായും ക്രമമായും നടക്കട്ടെ. ഇനി ഡെക്ലറേഷൻ നോക്കുക എൻ്റെ താഴെ. My obedience and order attract God's presence. Divine order releases divine stability. പ്രഖ്യാപനം ഇതാണ്: എൻ്റെ അനുസരണവും ക്രമവും ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ ആകർഷിക്കുന്നു. ദൈവിക ക്രമം ദൈവിക സ്ഥിരതയെ സ്വതന്ത്രമാക്കുന്നു. ബൈബിൾ റീഡിംഗ് പ്ലാൻ അവിടെ ഉണ്ട്, നോക്കി എല്ലാവരും ഇന്ന് തന്നെ വായിച്ച് ടിക്ക് ചെയ്യുക. ഒബീഡിയൻസ് ആൻഡ് ഓർഡറാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം. അതിലേക്ക് നമുക്ക് വേഗത്തിൽ പോകാം. 4 കാര്യങ്ങളാണ് പതിവ് പോലെ ഞാൻ പറയാൻ പോകുന്നത്. നമ്പർ 1, God ഈസ് എ ഗോഡ് ഓഫ് ഓർഡർ, നോട്ട് കൺഫ്യൂഷൻ. ദൈവം കലക്കത്തിൻ്റെ ദൈവമല്ല, ദൈവം ക്രമത്തിൻ്റെ ദൈവമാണ്. അല്ലെങ്കിൽ ദൈവം ആശയക്കുഴപ്പങ്ങളുടെ, കൺഫ്യൂഷൻ്റെ ദൈവമല്ല. ഹീസ് എ ഗോഡ് ഓഫ് ഓർഡർ. ദൈവം എല്ലായ്പ്പോഴും സകലവും വളരെ ഓർഡറിൽ ചെയ്യുന്ന ദൈവം. അതാണ് ദൈവത്തിൻ്റെ നേച്ചറാണത്. എല്ലാത്തിനും ഒരു ഓർഡറുണ്ട്. ക്രമം കെട്ട ദൈവം ഒന്നും ചെയ്യുന്നില്ല. ഗോഡ് ഹാസ് ആൻ ഓർഡർ. അപ്പോൾ ഇവിടെ പൗലോസ് സഭയ്ക്ക്, കൊരിന്ത്യ സഭ എന്ന് പറയുന്നത് ഒത്തിരി പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളൊക്കെ ഒഴുകിയ ഭയങ്കരമായ ദൈവത്തിൻ്റെ ആത്മപ്രദർശനങ്ങളുണ്ടായ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടും പ്രദർശനത്തോടു കൂടിയാണ് പൗലോസ് അവിടെ ശുശ്രൂഷിച്ചത്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമുണ്ടായിരുന്നു. അതിന് തൊട്ട് മുമ്പ് ഏഥൻസിൽ ശുശ്രൂഷിച്ചു. അപ്പോസ്തല പ്രവൃത്തികൾ 16
17, 18 ഇങ്ങനെ ഓർഡറിൽ വരുമ്പോൾ 17 അധ്യായത്തിൽ ആണെന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം ഏഥൻസിലൊക്കെ ശുശ്രൂഷിച്ചതിന് ശേഷം നേരെ കൊറിന്തിൽ വരികയാണ്. ഏഥൻസിൽ ശുശ്രൂഷിക്കുന്ന സമയത്ത് അവിടെ അറിയാലോ, ഏഥൻസ് എന്ന് പറഞ്ഞാൽ ഈ ഫിലോസഫേഴ്സിൻ്റെ കേന്ദ്രമാണ്. എല്ലാ തത്വചിന്തകന്മാരും തത്വജ്ഞാനികളും തർക്കശാസ്ത്രത്തിൽപ്പെട്ടവരും ഭയങ്കരമായി വായിച്ചറിവുള്ള ഡിബേറ്റുകൾ നടത്തുന്ന ആളുകളാണ്. അപ്പോൾ അവിടെ ആരിയോപാഗസ് എന്ന് പറയുന്നവരുടെ വലിയൊരു കുന്നാണ്. അതൊരു വലിയൊരു സുപ്രീം കൗൺസിലാണ് അവിടുത്തെ. അവിടെ ആ സദസ്സിന് അദ്ദേഹം അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. ഓഡിയൻസ് എന്ന് പറയുന്നത് ഇന്നത്തെ രീതിയിൽ പറയുകയാണെങ്കിൽ 2, 3 ഡോക്ടറേറ്റ് ഉള്ളവരാണ്. ആ ടൈപ്പ് വിദ്യാഭ്യാസമുള്ള ജ്ഞാനികളുടെ മുമ്പിലാണ് അദ്ദേഹം നിൽക്കുന്നത്. ഉടൻ തന്നെ അദ്ദേഹം അവിടെയുള്ള ക്രേറ്റിലും അവിടേക്കുള്ള പല കവികളൊക്കെ എഴുതിയ കാവ്യങ്ങളൊക്കെ കോട്ട് ചെയ്ത് ഭയങ്കര ഒരു സൂപ്പർ പ്രസംഗം അങ്ങോട്ട് പ്രസംഗിച്ചു. പക്ഷേ വലിയ റിസൾട്ട് ഉണ്ടായില്ല. ഇന്ന് ഈ അപ്പോളജറ്റിക്സ് ഉപയോഗിക്കുന്നത് പോലെയുള്ളതെന്ന് വിചാരിച്ചാൽ മതി. കാരണം ഇൻ്റലക്റ്റ് ടു ഇൻ്റലക്റ്റ് ആണ്, സ്പിരിറ്റ് ടു സ്പിരിറ്റ് അല്ല. അതും ആവശ്യമാണ്, അപ്പോളജറ്റിക്സ് ആവശ്യമാണ്. ഫിലോസഫേഴ്സ് പോലെയുള്ള ആളുകളോട് റിലേറ്റ് ചെയ്യാനായിട്ട് ആ ഭാഷകളൊക്കെ ഉപയോഗിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. എന്നാൽ അന്ന് അദ്ദേഹം ഒരു തീരുമാനം എടുത്തു. അതിനുശേഷം നേരെ വരുന്നത് കൊറിന്തിലേക്കാണ്. അദ്ദേഹം ഒരു തീരുമാനം എടുത്തു. കൊറിന്തിൽ ആവശ്യമില്ല, പക്ഷേ അദ്ദേഹം തീരുമാനിച്ചതാണ് അവരുടെ വിശ്വാസത്തിൻ്റെ ആധാരം ഒരിക്കലും മനുഷ്യൻ്റെ വശീകരണ വാക്കുകളാകരുത്, ഒറേറ്ററി സ്കിൽസ് ആകരുത്, വാഗ്മിത്വമാകരുത്, സംസാരിക്കുവാനുള്ള കഴിവ് പ്രസംഗ പാടവമാകരുത്, പകരം ദൈവശക്തിയായിരിക്കണം. അതുകൊണ്ട് ഫ്രം ഡേ 1 പൗലോസിൻ്റെ അപ്രോച്ച് ഡിഫറൻ്റാണ്. വളരെ ശക്തമായി പരിശുദ്ധാത്മാവിൽ ശുശ്രൂഷിക്കുകയും ഭയങ്കരമായ മാനിഫെസ്റ്റേഷൻസ് അവിടെ നടന്നു. അതുകൊണ്ട് തന്നെ ഒരു സൂപ്പർ നാച്ചുറൽ എൻവയൺമെൻറ്റിലാണ് ഈ സഭ വാസ്തവത്തിൽ സ്ഥാപിക്കപ്പെടുന്നത്. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവർത്തനം ഉണ്ടെങ്കിൽ പോലും ഈ സഭയ്ക്കകത്ത് ഒത്തിരി പ്രശ്നങ്ങളുണ്ടായി. പ്രത്യേകിച്ച് ഒരു ഓർഡറും ഇല്ല, ആർക്കും ഒരു ഡിസിപ്ലിൻ ഇല്ല. അദ്ദേഹം കത്തെഴുതുമ്പോൾ അവരോട് പറയുന്നതാണ്, ദൈവം കലക്കത്തിൻ്റെ ദൈവമല്ല, അഥവാ കൺഫ്യൂഷൻ്റെ ദൈവമല്ല. ദൈവത്തിനൊരു ഓർഡറുണ്ട്. അതുകൊണ്ട് എല്ലാം ഡീസൻ്റ്ലി ആൻഡ് ഇൻ ഓർഡർ, എല്ലാം ഉചിതമായും ക്രമമായും ഒക്കെ വേണം സഭായോഗം നടത്താൻ എന്ന് പറഞ്ഞു. ഓർഡർ റിഫ്ലക്ട്സ് ഗോഡ്സ് നേച്ചർ. കാരണം ഏതെങ്കിലും ഒരു സിസ്റ്റത്തിൽ എവിടെയെങ്കിലും നമ്മുടെ വീട്ടിലോ നമ്മുടെ സ്വന്തം ജീവിതത്തിലോ ഒക്കെ ഒരു നല്ല ഓർഡർ ഉണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ പ്രകൃതമാണ്. ക്രിയേഷൻ ഇറ്റ് സെൽഫ് റിവീൽസ് ഡിവൈൻ സ്ട്രക്ചർ. ഈ സൃഷ്ടി മാത്രം നോക്കിയാൽ, ദൈവം സൃഷ്ടിച്ചത് മാത്രം നോക്കിയാൽ മതി. അതിനൊരു ദൈവികമൊരു ഘടനയുണ്ട്. ഉദാഹരണത്തിന് മൊത്തത്തിൽ സോളാർ സിസ്റ്റം എടുക്കുക. ചുമ്മാ എല്ലാം കൂടി കിടന്ന് കറങ്ങും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തോന്നി. ഭൂമി രാവിലെ ചിന്തിക്കുകയാണ്, ഞാൻ ഏതായാലും ഇത്രയും നാൾ ഇങ്ങനെ ഇറങ്ങിയില്ല, ഞാൻ ഇങ്ങോട്ട് ഇറങ്ങാൻ പോകും. അല്ലെങ്കിൽ ഭൂമി ചിന്തിക്കുക, ഇങ്ങനെ സൂര്യനെ ചുറ്റും കറങ്ങുന്നതാണ്, ഞാൻ ഇപ്പുറത്തോട്ട് ഇറങ്ങാം. ചന്ദ്രൻ വിചാരിക്കുക, എനിക്കിന്ന് വേറൊരു വഴിക്ക് പോകണം. കുറേ നാളായിട്ട് ഇതിൻ്റെ ഉപഗ്രഹമായിട്ടിരിക്കുക, ഞാൻ ഇന്ന് വേറെണ്ണത്തിൻ്റെ ഉപഗ്രഹമാകാം. യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ, ഓരോന്നും ഓരോ ഗ്രഹങ്ങളും അവരവർക്ക് ഇഷ്ടമുള്ള റൂട്ടിൽ അങ്ങ് പോയാൽ എന്തായിരിക്കും ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? ഗോഡ് ഈസ് നോട്ട് എ ഗോഡ് ഓഫ് കെയോസ്. അപ്പോൾ അത് കൂടാതെ സീസൺസ്, ടൈം, ബൗണ്ടറീസ്, റിതംസ്, ദൈവമാണ് എല്ലാത്തിനും. കാലങ്ങൾ, അതുപോലെ ഋതുക്കൾ, അല്ലേ, കാലാവസ്ഥ, സമയക്രമം. സമയം എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഓരോ സെക്കൻഡുകൾ, 60 സെക്കൻഡുകൾ, 60 മിനിറ്റുകൾ, മണിക്കൂറുകളാകുന്നു. 24 മണിക്കൂർ ദിവസമാകുന്നു, 7 ദിവസങ്ങൾ ഒരാഴ്ചയാകുന്നു. അങ്ങനെ ഓരോന്നും ദൈവം സിസ്റ്റമാറ്റിക്കായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പ്രിസിഷനോടുകൂടിയാണ് ദൈവം ചെയ്തിരിക്കുന്നത്. എല്ലാത്തിനും ഒരു താളമുണ്ട്. മ്യൂസിക് എടുത്താൽ ആ നൊട്ടേഷൻസ്, കളേഴ്സ് എടുത്താൽ എല്ലാറ്റിനും ദൈവം കൊടുത്ത ദൈവത്തിൻ്റെതായ കുറേ ക്രമങ്ങളൊക്കെ ഉണ്ട്. ജെനസിസ് ചാപ്റ്റർ 1 വേഴ്സ് നമ്പർ 4, ഉൽപ്പത്തി പുസ്തകം 1:4, ഗോഡ് സെപ്പറേറ്റഡ് ലൈറ്റ് ഫ്രം ഡാർക്ക്നെസ്. ദൈവം ചെയ്തൊരു പരിപാടി, ഇരുട്ടും വെളിച്ചവും തമ്മിൽ കർത്താവ് അങ്ങ് പിരിച്ചു. നിങ്ങൾ ഒരുമിച്ച് പോകണ്ട. സഭാപ്രസംഗം 3:1, there is a time for everything. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായം 16-17,
ഡിസോർഡർ കംസ് ഫ്രം സെൽഫിഷ്നെസ്, സെൽഫിഷ് ആംബിഷൻ. അവിടെ പറയുകയാണ് ഈ ക്രമക്കേട് വരുന്നത് എവിടെ നിന്നാണ്? സ്വാർത്ഥ താല്പര്യങ്ങളിൽ നിന്നാണ്. ബട്ട് ഹെവൻലി വിസ്ഡം പ്രൊഡ്യൂസേഴ്സ് പീസ്. എന്നാൽ സ്വർഗീയമായ ജ്ഞാനം വന്നാൽ അതിൽ നിന്ന് വരുന്നത് സമാധാനമാണ്, ഭയങ്കരമായ സമാധാനം. കൺഫ്യൂഷൻ ഡ്രെയിൻസ് സ്ട്രെങ്ത്. ആശയക്കുഴപ്പങ്ങൾ, കൺഫ്യൂഷനുകൾ, അത് നമ്മുടെ ശക്തിയെ വരെ ചോർത്തിക്കളയും. ഒരു ഓർഡർ ഇല്ലെങ്കിൽ ശക്തി ചോർന്നു പോകും. ഓർഡർ ക്രിയേറ്റ്സ് ക്ലാരിറ്റി. ഓർഡർ ഉണ്ടെങ്കിൽ വ്യക്തതയുണ്ട്, എല്ലാം ക്ലിയറാണ്. ഈ ഓർഡർ ഇല്ലാതെ നമുക്ക് ഒരിക്കലും മുന്നിലേക്ക് പോകാൻ സാധിക്കും. ഒരു മെഡിക്കൽ ഷോപ്പിൽ ചെന്നാൽ നിങ്ങൾക്ക് ഒരു ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ എഴുതി തന്നിരിക്കുകയാണ്. ഒരു മെഡിക്കൽ ഷോപ്പിൽ ചെന്നാൽ ആ മെഡിസിൻ എവിടെയാണ് ഇരിക്കുന്നതെന്ന് അവിടെയുള്ള എന്താ പറയുന്നത്, ഫാർമസിസ്റ്റോ എന്താണെന്ന് വെച്ചാൽ ആ മെഡിക്കൽ ഷോപ്പിലുള്ള സ്റ്റാഫ് ഒന്നുകിൽ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്ത് നോക്കും, അതിൽ കൃത്യമായി ഇന്ന ഷെൽഫിൽ ഇന്ന റാക്കിൽ ഇന്ന പ്രത്യേക ട്രേഡ് അകത്ത് മെഡിസിനുണ്ട്. അതല്ലാതെ നമ്മളങ്ങോട്ട് ചെല്ലുമ്പോൾ മെഡിക്കൽ ഷോപ്പിൻ്റെ നടുക്ക് എല്ലാ ടൈപ്പ് ഗുളികകളും ടോണിക്കും മരുന്നും ബാമും എല്ലാം കൂടി ഇങ്ങനെ പയലായിട്ട് കൂട്ടിയിട്ടിരിക്കുക. അപ്പോൾ നിങ്ങൾ പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുന്ന ഉടൻ തന്നെ അതിൻ്റെ ഉള്ളിലിരുന്ന് ചകഞ്ഞ് ഓരോന്നെടുത്ത് നോക്കി ഇതായിരിക്കും അതിൻ്റെ ഉള്ളിൽ നിന്ന് ചകഞ്ഞ് അതിൽ നിന്ന് എടുക്കുവാണെങ്കിലോ, ഒരു ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സിൻ്റെ കടയിൽ ചെന്നാൽ അവിടെയുണ്ട് ഓരോന്നിനും റാക്ക്. ഒരു ഹാർഡ്വെയർ ഷോപ്പിൽ ചെന്നാൽ ഓരോ സ്ക്രൂ, 1/2 ഇഞ്ചിൻ്റെ സ്ക്രൂ, 1/4 ഇഞ്ചിൻ്റെ സ്ക്രൂ, സ്റ്റീൽ സ്ക്രൂ, എല്ലാത്തിനും ഒരു ഓർഡറുണ്ട്. ഈ ഓർഡർ ഇല്ലെങ്കിൽ ഒത്തിരി പേര് കടയുടെ മുമ്പിൽ വന്നിരിക്കും, ഒരാൾക്കും ഇതെടുത്തു കൊടുക്കാൻ ഒത്തിരി സമയം വേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഇൻവെൻട്രിയും കാര്യങ്ങളൊക്കെ വെച്ച് ഇതെവിടെ നിന്നാണ് നമുക്ക് കിട്ടിയത്? ദൈവത്തിൽ നിന്നാണ് കിട്ടിയത്. അതുകൊണ്ടാണ് ഈ പരിണാമ സിദ്ധാന്തം നമുക്ക് ഹ്യൂമൻ ലോജിക്കിൽ, ഹ്യൂമൻ റീസണിങ്ങിൽ ഒരിക്കലും കറക്റ്റില്ലെന്ന് പറയാൻ കാരണം ഡിസോർഡറിൽ നിന്നും ഒരു ഓർഡർ ഉണ്ടാവില്ല. ഓർഡർമാർ ഡിസോർഡർ ഉണ്ടാകും, പക്ഷേ ഒരിക്കലും പറ്റാത്തൊരു സാധനമാണ്. എവിടെയൊക്കെ എപ്പോഴൊക്കെ എന്തൊക്കെയോ പൊട്ടിത്തെറിച്ചിങ്ങനെ എല്ലാം കൂടി ഇത്രയും ഭംഗിയായി ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഒരിക്കലും ചിന്തിക്കാൻ കഴിയുന്നവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു കാര്യമാണ്. there should be an order, there should be a created order. ക്രിയേറ്റഡ് ഓർഡർ ഉണ്ടാകണമെങ്കിൽ ഒരു ക്രിയേറ്റർ ഉണ്ടായിരിക്കണം. ഓൾറൈറ്റ്, ഒരു എയർപോർട്ടിൽ ചെല്ലുക. ആ എയർപോർട്ടിൽ കൃത്യസമയത്ത് ചിലപ്പോൾ ഓരോ മിനിറ്റിലും ലാൻഡിങ് നടക്കും, ഓരോ മിനിറ്റിലും ചിലപ്പോൾ ടേക്ക് ഓഫ് നടക്കും. ഇതിനുള്ളിൽ ആയിരക്കണക്കിന് പാസഞ്ചേഴ്സ് കയറണം ഇറങ്ങണം. അതിനു മുമ്പ് അവിടെ നിന്ന് ഗേറ്റ് തുടങ്ങി ഇങ്ങോട്ടുള്ള സെക്യൂരിറ്റി, അതിനുശേഷം അകത്തേക്ക് കയറാനുള്ള കാര്യങ്ങൾ, ചെക്ക് ഇൻ കൗണ്ടറുകൾ, അതിനുശേഷമുള്ള സെക്യൂരിറ്റി, ഇതെല്ലാം കൂടി ഇത്രയും 10,000-കണക്കിന് പേരെ മാനേജ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഒരു എയർപോർട്ട്. എത്ര ഓർഡർ ഉണ്ടെങ്കിലാണ് ഒരു എയർപോർട്ട് ഫങ്ഷൻ ചെയ്യാൻ സാധിക്കും. ഇല്ലെങ്കിൽ എല്ലാ ഫ്ലൈറ്റും കൂടി ഒന്നിനു മുകളിൽ ഒന്നായിട്ട് വന്ന് വീണ് ഒരു മനുഷ്യനും ജീവിച്ചിരിക്കില്ല, അതുപോലെ തകർന്നു പോകും. ഓർഡർ ഈസ് എ മസ്റ്റ്. ഇനി ഓർഡർ പ്രൊട്ടക്ട്സ് പ്രോഗ്രസ്. പുരോഗതിയെ സംരക്ഷിക്കുന്നത് ക്രമമാണ്. അല്ലെങ്കിൽ ക്രമമില്ലെങ്കിൽ പുരോഗതി ഉണ്ടാകാൻ പോകുന്നില്ല. നമ്പർ 2, ഒബീഡിയൻസ് ബ്രിങ്സ് അലൈൻമെൻറ്റ് ടു ലൈഫ്. ഒബീഡിയൻസ് ബ്രിങ്സ് അലൈൻമെൻറ്റ് ടു ലൈഫ്. അതിനിടയ്ക്ക് ഒന്ന് ചോദിച്ചോട്ടെ, ഇന്നത്തെ നമ്മുടെ മെയിൻ ടോപ്പിക് അഥവാ ഒബീഡിയൻസ് ആൻഡ് ഓർഡർ, എല്ലാവരും ഒന്ന് കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിട്ടോ. ഞാൻ എല്ലാ ദിവസവും പറയുന്നതുകൊണ്ട് ചില ദിവസം വിട്ടുപോകും. നിങ്ങൾ അറ്റൻഡൻസ് ആണ്, ലൈവായി കാണുന്നവരും അതിനുശേഷം റീപ്ലേ കാണുന്നവരും ഏത് ദിവസം കാണുന്നവരും എത്ര വർഷങ്ങൾക്ക് ശേഷം കാണുന്നവരും ദയവായി ടൈപ്പ് ചെയ്യുക ഒബീഡിയൻസ് ആൻഡ് ഓർഡർ. അനുസരണവും ക്രമവും ടൈപ്പ് ചെയ്തിടുക. അതാണ് നിങ്ങളുടെ ഇന്നത്തെ അറ്റൻഡൻസ് എന്ന് ഓർക്കുക. സോ രണ്ടാമത്തേത്, ഒബീഡിയൻസ് ബ്രിങ്സ് അലൈൻമെൻറ്റ് ടു ലൈഫ്. ജീവിതത്തിന് ഒരു ചേർച്ച കൊണ്ടുവരുന്നത് അനുസരണമാണ്. ഓക്കെ, അല്ലെങ്കിൽ ഒരു അനുയോജ്യത കൂട്ടിയിണക്കുന്ന അവസ്ഥ കൊണ്ടുവരുന്നത് അനുസരണമാണ്. ഒബീഡിയൻസ് പ്ലേസസ് അവർ ലൈവ്സ് അണ്ടർ ഗോഡ്സ് ഡയറക്ഷൻ ഇൻസ്റ്റെഡ് ഓഫ് പേഴ്സണൽ ഇമ്പൾസ്. നാം ദൈവത്തെ അനുസരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ തന്നെ ദൈവത്തിൻ്റെ നിയോഗങ്ങളിൽ മാർഗനിർദ്ദേശങ്ങൾ കൊണ്ടുപോയി നമ്മുടെ തന്നെ ജീവിതത്തെ നമ്മൾ വെച്ചു കൊടുക്കുകയാണ്. അല്ലാതെ അതൊരു പേഴ്സണൽ
ഇമ്പൾസിൽ അഥവാ ഒരു വ്യക്തിപരമായി നമുക്ക് തോന്നുന്നത് പോലെ മുന്നിലേക്ക് പോകുന്ന അവസ്ഥയല്ല. അതാണ് അനുസരണപ്പെട്ട ജീവിതം. എനിക്ക് തോന്നുന്നത് പോലെ ഞാൻ ജീവിക്കുമ്പോൾ ദൈവത്തോടുള്ള അനുസരണത്തിൽ ഞാൻ തെന്നിമാറുകയാണ്. ഒരിക്കലും ദൈവത്തിൻ്റെ നിയോഗങ്ങളിൽ പോകാൻ എനിക്ക് പറ്റാതെ വരും. ഇനി ആവർത്തന പുസ്തകം 5-ാം അധ്യായം 33-ാമത്തെ വചനത്തിൽ Deuteronomy 5:33 വാക്ക് ഇൻ ഒബീഡിയൻസ് സോ ദാറ്റ് യു മേ ലിവ് ആൻഡ് പ്രോസ്പർ. അനുസരണത്തിൽ ജീവിച്ചാൽ നിങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കും എന്ന് എഴുതിയിട്ടുണ്ട്. Deuteronomy 5:33, ആവർത്തന പുസ്തകം 5:33. യോഹന്നാൻ 14:23 പറയുന്നത് ദോസ് ഹു ലവ് മീ വിൽ ഒബേ മൈ ടീച്ചിങ്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. അപ്പോൾ എത്രത്തോളം ഇത് കണക്റ്റഡ് ആണെന്ന് നോക്കൂ. സ്നേഹവും അനുസരണവും ദൈവകൽപ്പനയെ അനുസരിക്കുന്നതും എല്ലാം കണക്റ്റഡാണ്. 119-ാം സങ്കീർത്തനം 133-ാമത്തെ വചനത്തിൽ ഡയറക്റ്റ് മൈ ഫുട് സ്റ്റെപ്സ് അക്കോർഡിംഗ് ടു യുവർ വേർഡ്. നിൻ്റെ വചനപ്രകാരം എൻ്റെ കാലടികളെ അങ്ങ് നിയന്ത്രിക്കണമേ. അതാണ് അനുസരണം. അലൈൻമെൻറ്റ് വിത്ത് ഗോഡ് പ്രൊഡ്യൂസസ് സ്റ്റെബിലിറ്റി. അലൈൻമെൻറ്റ് വിത്ത് ഗോഡ് പ്രൊഡ്യൂസസ് സ്റ്റെബിലിറ്റി. അപ്പോൾ ഇവിടെ പറയുന്നതനുസരിച്ച് ദൈവവുമായുള്ള നമ്മുടെ അനുയോജ്യത ചേർച്ച വരുമ്പോൾ, ദൈവവുമായി ഒരു ക്രമത്തിലാകുമ്പോൾ അതിലൂടെ നമ്മുടെ ജീവിതത്തിന് വലിയ സ്ഥിരതയുണ്ടാകും. ഒരു നീളമുള്ള തീവണ്ടി, ആയിരക്കണക്കിന് യാത്രക്കാരുമായി പോകുന്ന തീവണ്ടികളുടെ ബോഗികൾ എൻജിൻ വലിച്ചുകൊണ്ട് പോകുമ്പോൾ അതിൻ്റെ എല്ലാ വീലുകളും അതിനുവേണ്ടി അസൈൻ ചെയ്തിട്ടുള്ള ട്രാക്കിലൂടെ കൃത്യമായി അലൈൻഡായി ചലിക്കുമ്പോൾ മാത്രമാണ് ആ പ്രോഗ്രസ് അതിന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. എവിടെയെങ്കിലും താളം തെറ്റിയാൽ, പാളം തെറ്റിയാൽ എല്ലാം തീർന്നു. മിസ് അലൈൻമെൻറ്റ് ക്രിയേറ്റ്സ് ഡേഞ്ചർ. എന്നാൽ ആ അലൈൻമെൻറ്റ് ഇല്ലെങ്കിൽ, ചേർന്ന് പോകുന്നില്ലെങ്കിൽ വലിയ വിപത്ത് ഉണ്ടാവും. നമ്പർ 3, ഡിസോർഡർ ഓഫ്റ്റൻ റിവീൽസ് നെഗ്ലക്റ്റഡ് പ്രയോറിറ്റീസ്. ഈ ക്രമമില്ലായ്മ പലപ്പോഴും വെളിപ്പെടുത്തുന്നത് അവഗണിക്കപ്പെട്ട മുൻഗണനകളെയാണ്. എന്ന് വെച്ചാൽ നമ്മൾ ചിലതിനൊക്കെ വലിയ പ്രാധാന്യം കൊടുക്കണം. ആ പ്രാധാന്യം കൊടുക്കാതെ അവഗണിക്കുമ്പോൾ അതിൽ നിന്നും എന്താണ് ഉണ്ടാകുന്നത്? ക്രമക്കേടുണ്ടാവും, ക്രമമില്ലാത്ത അവസ്ഥകളുണ്ടാവും. ഉദാഹരണത്തിന് ക്ലട്ടേഡ് ലൈഫ്സ് യൂഷ്വലി കം ഫ്രം നെഗ്ലക്റ്റഡ് ഡിസിപ്ലിൻ. ക്ലട്ടേഡ് ലൈഫ് എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലായോ? ഇപ്പം ഞാനിപ്പോൾ നിങ്ങളുടെ മുറിയിലേക്ക് വരികയാണ്, അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ മുറിയിലേക്ക് വരികയാണ്, ഞാൻ ജീവിക്കുന്ന എൻ്റെ മുറിയിലേക്ക് വരികയാണ്. എങ്ങനെയായിരിക്കും അവിടുത്തെ സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? കട്ടിലിൻ്റെ മുകളിൽ എന്തൊക്കെയുണ്ട്? സാധാരണ ചില വീടുകളിൽ കട്ടിലിൻ്റെ മുകളിലാണ് എല്ലാം. പുസ്തകങ്ങൾ എറിയും, ബാഗ് കൊണ്ടുവന്നിടും, ആ ഡ്രസ്സ് അഴിച്ച് അവിടെ ഇടും, ലാപ്ടോപ്പ് അതിൻ്റെ മുകളിൽ വെക്കും, അതിൻ്റെ മുകളിൽ ഈ കട്ടിലിൻ്റെ മുകളിൽ സകലം കൊണ്ടുവരും. ചിലപ്പോൾ മേശയുടെ മുകളിലായിരിക്കും. വസ്ത്രങ്ങൾ, യൂസ് ചെയ്ത വസ്ത്രങ്ങൾ എവിടെയാണ് ഇടുന്നത്? എവിടെയെങ്കിലുമൊക്കെ ദൂരെ വലിച്ചെറിഞ്ഞിടുകയാണോ? സോ ചില ആളുകളുടെ ജീവിതത്തിൽ അവരുടെ മുറി അല്ലെങ്കിൽ അവരുടെ വീടെല്ലാം ക്ലട്ടഡ് ആയിരിക്കും. ആവശ്യമുള്ളത് ഇല്ലാത്തതും കൊണ്ടൊന്ന് ഡംപ് ചെയ്ത് അതിനിടയിലൂടെ അങ്ങനെയുള്ള ആളുകൾക്ക് പലതും കാണാതെ പോകുന്നു. താക്കോല് കാണുന്നില്ല, കണ്ണട കാണുന്നില്ല, പൈസ വെച്ചത് എവിടെയാണെന്ന് ഓർമ്മയില്ല. ഇതാണ് ക്ലട്ടഡ് ലൈഫ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിൽ മുറിയാണെങ്കിലും വീടാണെങ്കിലും കാറാണെങ്കിലും എല്ലാം ഒരു ഓർഡറിലാണെങ്കിൽ സമയനഷ്ടമില്ല. പലതും മിസ് ചെയ്യുന്നു, എവിടെ വെച്ചെന്ന് ഓർമ്മയില്ല. അതിന് കാരണം ഓർഗനൈസ് ചെയ്യാത്തതുകൊണ്ടാണ്. ഇത് പല പ്രാവശ്യം ഞാൻ മോർണിംഗ് ഗ്ലോറിയിൽ പറയാറുണ്ട്. ആരോടും വിരോധം ഉണ്ടായിട്ടൊന്നുമല്ല, നമുക്ക് തന്നെ പ്രയോജനമാണ്. അങ്ങനെ ശീലിക്കാമെങ്കിൽ നമുക്ക് പ്രയോജനമാണ്. ഇത് ദൈവത്തിൻ്റെ നേച്ചറാണ്. അപ്പോൾ ക്ലട്ടേഡ് ലൈഫ്സ് യൂഷ്വലി കം ഫ്രം നെഗ്ലക്റ്റഡ് ഡിസിപ്ലിൻ. നമ്മെ തന്നെ ട്രെയിൻ ചെയ്യാതെ, ഡിസിപ്ലിൻ ചെയ്യാതിരിക്കുന്നത് കൊണ്ട് സംഭവിക്കുന്നതാണ് അങ്ങനെയുള്ള രീതികൾ. ഒരു മേശയുടെ ഡ്രോയർ എടുത്താൽ എല്ലാ സാധനങ്ങളും അതിലേക്ക് ഇടുകയാണോ? അതിനുശേഷം ആവശ്യമുള്ള സമയത്ത് റേഷൻ കാർഡ് കാണുന്നില്ല, ആവശ്യമുള്ള സമയത്ത് പാസ്പോർട്ട് അവിടെ പോയി. കാരണം എല്ലാം കൊണ്ടുപോയി ഡംപ് ചെയ്തിരിക്കുകയാണ്. എല്ലാത്തിനും ഓരോ പ്ലേസ് അസൈൻ ചെയ്താൽ കൃത്യം നമുക്കും അറിയാം ഇന്ന സ്ഥലത്താണ് ഞാനത് വെച്ചത്. അപ്പോൾ ഡിസോർഡർ ക്യാൻ എഫക്റ്റ്
ടൈം, ഫൈനാൻസസ്, റിലേഷൻഷിപ്സ്, തോട്ട്സ്, സ്പിരിച്വൽ ലൈഫ്. ഡിസോർഡറിലേക്ക് പോയാൽ, ക്രമമില്ലാത്തൊരു ജീവിതത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് എന്തൊക്കെയാണ്? സമയം നഷ്ടപ്പെടും. നോക്കി 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 സമയം നഷ്ടപ്പെടും. പണ്ടൊരിക്കലും ഒരാൾ പറഞ്ഞു, ഒരാളുടെ പാസ്പോർട്ട് കാണാതെ പോയി. എല്ലാ അലമാര മുഴുവൻ, ഡ്രോയറുകൾ മുഴുവൻ എടുത്ത് പുറത്തേക്ക് ഇട്ടു, ഓരോന്നോരോന്നെടുത്ത് അങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വർഷങ്ങളായിട്ട് കാണാതെ ഒരു ഡോക്യുമെൻ്റ് കിട്ടി. പാസ്പോർട്ട് നോക്കാൻ പോയി, കിട്ടിയത് ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ടൊരു ഡോക്യുമെൻ്റ് അതിനിടയിൽ കിടപ്പുണ്ടായിരുന്നു. ചില ആളുകൾ എനിക്ക് പ്രാർത്ഥിക്കാനായിട്ട് എൻ്റെ കമ്മൽ കാണുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ മൂക്കുത്തി കാണുന്നില്ല, എൻ്റെ മാല കാണുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ വാച്ച് കാണുന്നില്ല, പൈസ എവിടെ വെച്ചൊന്നും കാണുന്നില്ല, പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കും, ബ്രദർ ഒന്ന് പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴേക്കും അടുത്ത മെസ്സേജ് വരും, അയ്യോ കിട്ടി, അത്ഭുതമൊന്നുമല്ല, അത് മിസ്പ്ലേസ് ചെയ്തതാണ്, എവിടേക്കോ കൊണ്ട് ഇട്ടു. ഞാൻ പ്രാർത്ഥിച്ചു, പക്ഷേ പിന്നെയും തപ്പി 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 വന്നപ്പോഴേക്കും സാധനം കിട്ടി. ഇതിനെല്ലാം കാരണം എല്ലാ കേസും അല്ല കേട്ടോ, ചിലപ്പോൾ എടുത്തുകൊണ്ട് പോകുന്നത് കാണും, ആരെങ്കിലും എടുത്തുകൊണ്ട് പോയിട്ടോ അത്ഭുതകരമായി പ്രാർത്ഥിച്ച് തിരിച്ചു കൊണ്ടുവന്നിട്ട സന്ദർഭങ്ങളൊക്കെ ഉണ്ടായി കാണും. അതിനെക്കുറിച്ചല്ല, നോർമലി പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത്, നാം തന്നെ പല കാര്യങ്ങളും ഓർമ്മയില്ലാതെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി വയ്ക്കുന്നു. ഓർഡറില്ല. ഈ ഓർഡറിൽ ജീവിച്ചില്ലെങ്കിൽ നഷ്ടപ്പെടുന്ന ഒന്ന് സമയം, സമ്പത്ത്. ചില സമയത്ത് പൈസ ആയിരിക്കും നഷ്ടപ്പെടാൻ പോകുന്നു, ചില സമയത്ത് ബന്ധങ്ങൾ നഷ്ടപ്പെടും. അതുപോലെ വേസ്റ്റാകാൻ അനാവശ്യമായി നമ്മുടെ തോട്ട്സ് ചിന്തിച്ച് ചിന്തിച്ച് ചുമ്മാ പാഴാക്കിക്കളയും, നമ്മുടെ തല തന്നെ പാഴാക്കിക്കളയും, ആത്മീയ ജീവിതത്തെ വരെ ബാധിക്കാം. അതുകൊണ്ടാണ് ഒരു ഓർഡർ നമ്മുടെ ലൈഫിലുണ്ടാകും. ഈ സമയത്ത് ഒന്ന് കൈയുയർത്തി എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക, കർത്താവേ എൻ്റെ ലൈഫിൽ എനിക്ക് ഒരു ഓർഡർ തരണമേ. ഞാനീ പറഞ്ഞതിൻ്റെ അർത്ഥം ഞാനൊരു സൂപ്പർ ഓർഡറിൽ ജീവിക്കുന്ന അർത്ഥത്തിലല്ല, എനിക്കിഷ്ടമാണ് അങ്ങനെ ഓർഡറിൽ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. വ്യക്തിപരമായി ഇഷ്ടമുള്ള ഒരാളാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നുള്ളൂ. സദൃശവാക്യങ്ങൾ 24:30 മുതൽ 31 വരെ വായിക്കുമ്പോൾ, ദ നെഗ്ലക്റ്റഡ് ഫീൽഡ് ബിക്കെയിം ഓവർഗ്രോൺ. അവിടെ പറയുന്നത്, ഒരു സ്ഥലം, ഒരു പാടം അല്ലെങ്കിൽ ഒരു വയൽ, അതിനെ ഉപേക്ഷിച്ച് കളഞ്ഞാൽ അതിൽ കളകൾ വളർന്ന്, അറിയാമല്ലോ, കുറച്ച് നാൾ നോക്കിയില്ലെങ്കിൽ ഉണ്ടാകുന്ന അവസ്ഥ. എഫെസ്യ ലേഖനം 5-ാം അധ്യായം 15-16 വചനങ്ങൾ. മേക്ക് ദ മോസ്റ്റ് ഓഫ് എവറി ഓപ്പർച്യൂണിറ്റി. ഒരവസരവും പാഴാക്കരുത്, തക്കത്തിൽ ഉപയോഗിക്കുക. കൊലോസ്യ ലേഖനം 3:23 വർക്ക് ഹാർട്ട്ലി ആസ് അൺ ടു ദ ലോർഡ്. കർത്താവിനെന്നവണ്ണം നാം വർക്ക് ചെയ്യണം, ജോലി ചെയ്യണമെന്ന് പറയും. ഓർഡർ ഈസ് ഓഫ്റ്റൻ ബിൽറ്റ് ത്രൂ സ്മോൾ ഡെയിലി ഡിസിഷൻസ്. അപ്പോൾ ചില ആളുകൾ അങ്ങനെ ശീലിച്ചിട്ടില്ല. വീട്ടിലെല്ലാവരും അങ്ങനെയാണ്. അതുകൊണ്ട് ഓരോ ഓർഡറും ഇല്ലാതെയാണ് ജീവിക്കുന്നത്. ഇരിക്കട്ടെ, എങ്ങനെ ഇതിൽ നിന്ന് പുറത്തു വരാം? അതാണ് ഞാൻ പറയുന്നത്. ഇത് പുറത്തു വരേണ്ടത് എന്ന് വെച്ചാൽ, ഓരോ ദിവസവും ഉടൻ തന്നെ ഒരു മേശയെടുത്താൽ ആ മേശയിൽ, ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളോട് നമ്മൾ സ്റ്റഡി ബുക്സ് എങ്ങനെയാണ് നിങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നത്? ഷെൽഫിലാണോ, മേശയിലാണോ, എവിടെയാണെങ്കിലും കൃത്യമായി വെക്കുന്നൊരു സ്ഥലം, ടേബിളിൽ. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇത് വെച്ചിരിക്കുകയാണ്. എല്ലാ ദിവസവും ഞാൻ ഇവിടെ തന്നെയാണ് ഈ ഡയറി വയ്ക്കുന്നതെങ്കിൽ ഐ ഹാവ് നോ കൺഫ്യൂഷൻ, ദിസ് ഈസ് എൻ ഓർഡർ. ഞാൻ ഈ വെള്ളം കുടിക്കുന്ന ഇത് ഇവിടെ തന്നെ എല്ലാ ദിവസവും വയ്ക്കുവാണെങ്കിൽ ഒരു പ്ലേസ് ഞാൻ അസൈൻ ചെയ്തു. ഈ പ്ലേസ് എൻ്റെ ബ്രെയിനിലും അസൈൻഡാണ്. നോ കൺഫ്യൂഷൻ. ഇന്ന സ്ഥലത്തുണ്ട്, ഇന്ന സ്ഥലത്താണ് ഞാനത് വെച്ചത്. എന്നാൽ ഇന്ന് ഇവിടെ വെച്ചു, നാളെ ഇവിടെ വെച്ചു, മറ്റന്നാൾ ഇവിടെ വെച്ചു, പിറ്റേ ദിവസം ഇവിടെ കൊണ്ടുവച്ചു. അപ്പോൾ ഞാൻ ഇവിടെ വെച്ചെന്ന് എനിക്ക് ഓർമ്മയില്ല. ദിവസം തോറും ഷർട്ട് അഴിച്ചു തൂക്കിയിടാൻ കൃത്യമായൊരു സ്ഥലമുണ്ടെങ്കിൽ, അയ്യോ ഞാൻ ഇന്നലെ ഇട്ട ഷർട്ട് എവിടെയാണ്, അയ്യോ ഇന്നെനിക്കത് ആവശ്യമാണ്, ഇന്നലെ ഇട്ട ഷർട്ട് എവിടെ, അത് കാണുന്നില്ലല്ലോ, അയ്യോ ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച ഇട്ട പാൻസ് കാണുന്നില്ല, എവിടെ പോയി, ചുരിദാർ എവിടെ പോയി. എല്ലാത്തിനും ഒരു സ്ഥലമുണ്ടെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. എല്ലാ ദിവസവും കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ ഒരു ഓർഡർ, ഒരു സ്ഥലം അസൈൻ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഓർഡർ ഉണ്ടാക്കി ശീലിച്ച് തുടങ്ങുക. 1 വർഷം 2 വർഷമൊക്കെ കഴിയുന്ന സമയത്ത് നിങ്ങളതിൻ്റെ സൂപ്പർ സ്റ്റാറായിട്ട് മാറും. ഒരു ലൈബ്രറിയിലേക്ക് നിങ്ങൾ ചെല്ലുക. നിങ്ങൾക്ക് സുവോളജിയുടെ ഒരു പുസ്തകം വേണം. ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ പുസ്തകങ്ങളെല്ലാം കൂടെ എല്ലായിടത്തും വെച്ചിരിക്കുന്നു, കുറേ കൂട്ടിയിട്ടിരിക്കുകയാണെങ്കിൽ ഈ സുവോളജിയുടെ നിങ്ങൾക്ക് റിസർച്ച് ചെയ്യേണ്ട ആ ബുക്ക് എടുക്കാൻ പറ്റുമോ?
എന്നാൽ ലൈബ്രറികളിൽ ഒരു ലൈബ്രറിയനുണ്ട്. ലൈബ്രറിയൻ കോഴ്സ് പഠിച്ച് പാസ്സായ ആളായിരിക്കും അവിടെ ഇരിക്കുന്നത്. അവർക്കറിയാം എങ്ങനെയാണ് ഒരു ബുക്ക് ആർക്കൈവ് ചെയ്യേണ്ടതെന്ന് അവർക്കറിയാം. അപ്പോൾ ഫിസിക്സ് ആണെങ്കിൽ അതിനൊരു ഡിപ്പാർട്ട്മെൻറ്റ്, എക്കോണമിക്സ് ആണെങ്കിൽ അതിനൊരു ഡിപ്പാർട്ട്മെൻറ്റ്, ഫിക്ഷൻ ആണെങ്കിൽ അതിനൊരു ഡിപ്പാർട്ട്മെൻറ്റ്, ഷേക്സ്പിയറിൻ്റെ ബുക്സ് എല്ലാം കൂടി വെച്ചിരിക്കുന്ന ഒരു സ്ഥലം കാണും. അപ്പോൾ കൃത്യമായ ആളുകൾക്ക് പോയി അത് ചൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ആർക്കൈവ് ചെയ്യുന്നൊരു രീതി പുറത്ത് മാത്രമല്ല ഇവിടെയും വേണം. ഓർഗനൈസേഷൻ ഇൻക്രീസസ് ഇഫക്റ്റീവ്നെസ്. അപ്പം അങ്ങനെ നമ്മൾ ഓർഡറിൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ലൈഫിന് തന്നെ ഭയങ്കരമായി ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും, ഇഫക്റ്റീവ്നെസ് ഉണ്ടാക്കാൻ പറ്റും. ലാസ്റ്റ് വൺ, നമ്പർ 4, ഗോഡ്ലി ഓർഡർ ക്രിയേറ്റ്സ് പീസ് ആൻഡ് ഫ്രൂട്ട്ഫുൾനെസ്. ദൈവികമായ ക്രമം സൃഷ്ടിക്കുന്നത് സമാധാനവും ഫലവുമാണ്, ഫലവത്തായ അവസ്ഥകളുമാണ്. ഓർഡർ ഈസ് നോട്ട് കോൾഡ് ലീഗലിസം. ചിലവർക്ക് അങ്ങനെയൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, മനുഷ്യരല്ലേ, അത്രയൊക്കെ ശ്രദ്ധിക്കാൻ പറ്റും. ഇത് പറയുന്ന അവർ ചിന്തിക്കുന്നത് ഇതൊക്കെ അനാവശ്യമായ ഒരു തരം ലീഗലിസമാണെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഇത്രയും സ്ട്രിക്റ്റ് റൂളൊക്കെ വെച്ച് പട്ടാള കിട്ടിയാലൊന്നും നമ്മൾ ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. റിലാക്സ്. ഞാനീ പറഞ്ഞ പോലെ റിലാക്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓർഡറില്ലാതെ ജീവിച്ചാൽ വലിയ കൺഫ്യൂഷനുകൾ നാളുകളിൽ വരും. സമയം പോവും, സമ്പത്ത് പോവും, പലതും നഷ്ടപ്പെടും. ഇറ്റ് ക്രിയേറ്റ്സ് ഹെൽത്തി സ്പേസ് ഫോർ ലൈഫ് ആൻഡ് ഗ്രോത്ത്. ഓർഡർ ഉണ്ടെങ്കിൽ ജീവിതത്തിനും വളർച്ചയ്ക്കുമുള്ള ആരോഗ്യകരമായ ഒരു ഇടം അത് ഉളവാക്കിത്തരും. തീത്തോസിൻ്റെ ലേഖനം 1:5 പുട്ട് വാട്ട് റിമെയിൻഡ് ഇൻ ടു ഓർഡർ. തീത്തോസിനോട് പറഞ്ഞ് ഞാൻ നിന്നെ എവിടെയാണ് ക്രേത്തയിൽ ഇട്ടിട്ട് പോകുന്നത് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഓർഡറിലാക്കാനും മൂപ്പന്മാരെ പട്ടണം തോറും നിയമിക്കാനുമാണ്. അപ്പോൾ ഈ തീത്തോസ് പൗലോസിൻ്റെ ശിഷ്യനാണ്. പൗലോസിന് എല്ലാം അവിടെ തീർക്കാൻ പറ്റിയില്ല, കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു, അടുത്ത സ്ഥലത്തേക്ക് അദ്ദേഹം പോയി. പക്ഷെ തീത്തോസിനെ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞത് എന്തിനെന്ന് ചോദിച്ചാൽ എല്ലാ കാര്യങ്ങളും ഓർഡറിലാക്കാൻ വേണ്ടിയിട്ടാണ്. സഭകളിലെ എല്ലാ കാര്യങ്ങളിലും ഓർഡറിലാക്കുക. ഇത് കാണുന്ന സഭാ ശുശ്രൂഷകർ കാണും, വിശ്വാസികൾ കാണും, സാധാരണ ഇതിലൊന്നുമില്ലാത്തവർ കാണും. ആർക്കും ആപ്ലിക്കബിളായ ഒരു സിസ്റ്റമാണ് ഞാൻ പറയുന്നത്. ഒരു കുടുംബം, ഒരു ഓഫീസ്, ഒരു ഓർഗനൈസേഷൻ, സ്കൂൾ, എന്തായാലും അതിന് ഒരു ഓർഡർ ഉണ്ടായിരിക്കും. കാരണം ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് ഓർഡർ. സങ്കീർത്തനങ്ങൾ 90:12 ടീച്ചസ് ടു നമ്പർ അവർ ഡേയ്സ് വൈസ്ലി. ദൈവമേ, ജ്ഞാനത്തോടെ ഞങ്ങൾ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. യേശയ്യാവിൻ്റെ പുസ്തകം 32:17 ദ ഫ്രൂട്ട് ഓഫ് റൈച്ചസ്നെസ് വിൽ ബി പീസ്. അവിടെ പറയുന്നത് നീതിയുടെ ഫലം സമാധാനമാകുന്നു. വെൽ ഓർഡേർഡ് ലൈവ്സ് മേക്ക് റൂം ഫോർ പീസ്, പ്രൊഡക്ടിവിറ്റി ആൻഡ് സ്പിരിച്വൽ ഫോക്കസ്. വളരെ നല്ല ഓർഡറിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ, ഒരു സ്ത്രീ, അവർ സമാധാനം, പ്രൊഡക്ടിവിറ്റി, ഉൽപ്പാദനശേഷി, അതുപോലെ ആത്മീയമായ ഫോക്കസ് എല്ലാം ഉളവാക്കിയെടുക്കും. ഞാൻ ഇന്നത്തെ മോർണിംഗ് ഗ്ലോറിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഒരു നല്ല ഡിസിപ്ലിൻ ജീവിതത്തിൽ കൊണ്ടുവരിക, സമയത്തിനായാലും ബാക്കി കാര്യങ്ങൾക്കായാലും. അതുപോലെ തീരുമാനങ്ങളെടുക്കുമ്പോൾ വളരെ ഓർഡറിലും അതുപോലെ ജ്ഞാനത്തോടുകൂടിയും തീരുമാനങ്ങളെടുക്കുക. അതുപോലെ ബ്രിങ് ഒബീഡിയൻസ് ടു യുവർ വാക്ക് വിത്ത് ഗോഡ്. ദൈവമായുള്ള നടത്തത്തിൽ ഒരു അനുസരണം, ദൈവത്തെ അനുസരിക്കുന്ന ശീലം ഉളവാക്കിയെടുക്കുക. ഇതൊക്കെ ചെയ്ത് ആദ്യകാലങ്ങളിൽ ഒരുപക്ഷെ ഒരല്പം ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്ന പോലെ, അയ്യോ അങ്ങനെയൊക്കെ നോക്കാൻ പറ്റുമോ, ഒരു ഫ്രീ ബേർഡായിട്ട് ജീവിക്കുന്നതാണ് എനിക്ക് എളുപ്പം എന്നൊക്കെ നമ്മൾ ഫ്രീ ബേർഡായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വെടിവെച്ചിടുവാണെങ്കിൽ. എന്നാൽ ഇങ്ങനെ പോകുന്ന പക്ഷികളുണ്ടല്ലോ, വി ഷേപ്പിൽ, ആ കൂട്ടത്തിൽ നിന്ന് പലപ്പോഴും ആരെയും പിടിച്ചുകൊണ്ട് പോകാൻ സാധ്യമല്ല. അതൊരു ടീമാണ്. അതിനുള്ളിൽ കറക്റ്റ് ഒരു പോയിന്റിൽ അത് പോയിക്കൊണ്ടിരിക്കും. അതിൻ്റെ ഒരു ഓർഡറുണ്ട്. പക്ഷികളിങ്ങനെ പറക്കുന്നത് നോക്കിയാൽ അറിയാം, എസ്പെഷ്യലി മൈഗ്രേറ്ററി ബേർഡ്സ്. പ്രാർത്ഥിച്ചാലോ? കൈനീട്ടാം. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ നല്ല ഒരു ഓർഡറും അനുസരണവും എല്ലാം ഉണ്ടാകാനായി പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണം, ഇത് കേൾക്കുന്നവരെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന വിദ്യാർത്ഥികൾ, മുതിർന്നവർ, ജോലിക്കാർ, പ്രൊഫഷണൽസ്, ബിസിനസ് പീപ്പിൾ, എല്ലാവർക്കും കർത്താവ് ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത് പോലെ നല്ലൊരു ഓർഡർ ഉണ്ടാകാൻ അങ്ങ് സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ കർത്താവെ ഇപ്പോൾ
ഈ മോർണിംഗ് ഗ്ലോറി കാണുന്നവരെ ഞാൻ ബ്ലസ് ചെയ്യുന്നു. രോഗികൾക്കായി ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ രോഗികളിപ്പോൾ സൗഖ്യമാകട്ടെ. ഈ ഏതോ രീതിയിൽ ടോക്സിക്കായിട്ടുള്ള കാര്യങ്ങൾ, വിഷാംശങ്ങളൊക്കെ ശരീരത്തിൽ പോയ ആരോ, യേശുവിൻ്റെ നാമത്തിൽ അവരുടെ ബ്ലഡ് സ്ട്രീംസ് ശുദ്ധീകരിക്കപ്പെടട്ടെ. അത്ഭുതകരമായി അവർ രക്ഷപ്പെടട്ടെ. പോയിസൺ പോലെ എന്തോ അകത്ത് പോയ കാര്യമാണ് യേശുവിൻ്റെ നാമത്തിൽ. അതുപോലെ ഇലക്ട്രിക് ഷോക്ക് പോലെ എന്തോ ഉണ്ടായി, അതിൻ്റെ ആഘാതം ശരീരത്തിൽ അനുഭവിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ വിടുതലുണ്ടാകട്ടെ. താങ്ക് യു ജീസസ്. ആന്തരിക അവയവങ്ങൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. ശരീരത്തിലെ പിഗ്മെൻസിൻ്റെ പ്രശ്നങ്ങൾ നിമിത്തം പ്രയാസം അനുഭവിക്കുന്നവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഡൈജസ്റ്റീവ് സിസ്റ്റം സൗഖ്യമാകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവ് കൊടുക്കണം. സാമ്പത്തിക വിഷയങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി പ്രാർത്ഥിക്കുന്നു. ചിലർ പ്രാർത്ഥനയിൽ തന്നെ സ്ട്രഗിൾ ചെയ്ത് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ഇന്നു മുതൽ ആ ഗ്രേസ് റിസീവ് ചെയ്യുക. കർത്താവിനോടൊപ്പം നടക്കട്ടെ. അങ്ങയുടെ നാമത്തിൽ എല്ലാവരെയും ബ്ലസ് ചെയ്യുന്നു. ജീസസ് നെയിം, ആമേൻ. ചെറിയ കുറച്ച് നേരം മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ. എന്നാൽ നിങ്ങൾക്ക് പ്രാർത്ഥന വിഷയങ്ങൾ കാണും. ബ്ലെസ്സിങ് ടുഡേ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് അയക്കാം. അല്ലെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന പ്രെയർ ലൈൻ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചാൽ ചില ശുശ്രൂഷകർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.